ഈ അസുഖം വന്നപ്പോൾ കാറും കോളും നിറഞ്ഞ നടുക്കടലിൽ അകപ്പെട്ടു എന്നൊരു ഫീലിംഗാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഓരോ കീമോയും നടുക്കടലിൽ നിന്ന് കരയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്രയായിട്ടാണ് ഞാൻ മനസ്സിൽ ഉൾക്കൊണ്ടത്. ഓരോ കീമോ കഴിയുമ്പോഴും എനിക്ക് കരയിലെത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് തന്നു. എൻ്റെ പേര് വിവേകാനന്ദൻ. ഞാൻ 25 വർഷമായി തൃശ്ശൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നു. 2000-ലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. തൃശ്ശൂരിലെ പ്രമുഖ ക്രിമിനൽ ലോയറായിരുന്ന അഡ്വക്കേറ്റ് ടി ഗോകുമാറിൻ്റെ ജൂനിയറായിട്ടാണ് അഭിഭാഷക ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1.5 വർഷം ജൂനിയറായി പ്രാക്ടീസ് ആരംഭിച്ചതിന് ശേഷം ചിറക്കൽ സെൻറ്ററിൽ ഞാൻ സ്വന്തമായി ഓഫീസ് തുറന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അഭിഭാഷക വൃത്തിയിൽ 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അഭിഭാഷകനായി എൻറോൾ ചെയ്യുമ്പോൾ കോൺഗ്രസ് എസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUSൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കോൺഗ്രസ് എസ് NCP ആയി മാറിയപ്പോൾ NCPയുടെ വിദ്യാർത്ഥി വിഭാഗമായ NSCയുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, NCPയുടെ യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, NCPയുടെ തൃശ്ശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, NCPയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2016-ൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്നെ തൃശ്ശൂരിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. 2016-ലാണ് ഞാൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായി പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത്. വളരെ 7 വർഷത്തോളം എനിക്ക് അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായിട്ട് തൃശ്ശൂരിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. സർക്കാരിന് വേണ്ടി ഒരുപാട് കേസുകളിൽ, സിവിൽ കേസുകളിലും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിലും ഞാൻ ഹാജരായിരുന്നു. ഒരുപാട് കേസുകൾ ജയിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ഒരു അഭിഭാഷക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ വില്ലനായി ക്യാൻസർ വന്നത്. എനിക്ക് തൃശ്ശൂർ പൂരം സാധാരണ ഇലഞ്ഞിത്തറ മേളം ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാറുണ്ട്. അങ്ങനെ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് കണ്ടു. ഉടനടി ഞാനത് തൃശ്ശൂരിലെ തന്നെ ഒരു ENT ഡോക്ടറെ കണ്ടപ്പോൾ ചൂടിൻ്റെ ഭാഗമായി വന്നതാണെന്ന് പറഞ്ഞു. ചൂടുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വന്നതാണ്. അപ്പോൾ ഞാൻ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനൊരു മരുന്ന് കഴിച്ചു. അതിനുശേഷം മാറാണ്ടായപ്പോൾ മറ്റൊരു ENT ഡോക്ടറെ കണ്ടു. അദ്ദേഹവും മരുന്ന് തന്നു. അതും കഴിച്ചിട്ടും എനിക്ക് കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഹോമിയോ ഡോക്ടറെ കണ്ടു. ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് രാവിലെയും വൈകിട്ടും വരുന്ന കഫത്തിൽ ബ്ലഡിൻ്റെ അംശം കണ്ടു. പിന്നീട് അത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തായ ഗോവിന്ദൻ ഡോക്ടറെ വിളിച്ചു. ഗോവിന്ദൻ ഡോക്ടർ എനിക്ക് തൃശ്ശൂരിലെ തന്നെ മറ്റൊരു ENT ഡോക്ടറുടെ നമ്പർ തന്നു. ഞാൻ പോയി കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു പെരുന്നാളിൻ്റെ സമയമായിരുന്നു. പെരുന്നാളിൻ്റെ സമയം 2 ദിവസം അവധി ഉണ്ടായിരുന്നു. ഞാൻ ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുടക്കായ കാരണം ഞാൻ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അതിലൊരു ദശ പോലെ കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ നമുക്കൊരു ബയോപ്സി എടുക്കണം. പെട്ടെന്ന് ബയോപ്സി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അഭിഭാഷകനായ ഒരു സംശയം തോന്നി. എന്തിന് പെട്ടെന്ന് ബയോപ്സി എടുക്കുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തായ വേറൊരു ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ബയോപ്സി എടുക്കേണ്ടി വരില്ല, ഇതാണ് കുഴപ്പം. ഈ റിപ്പോർട്ടും കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമുള്ള കാര്യമില്ല. പിന്നെ എനിക്കും ഒരു തോന്നലുണ്ട്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊന്നും വരുന്ന കാര്യമില്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് പോണ ആൾക്കാർ, ഇതൊന്നും നമ്മൾ ബാധിക്കില്ല എന്നൊരു തോന്നല് എനിക്കന്നുണ്ടായി. ഞാൻ എന്ത് ചെയ്തു, അന്ന് ഒരു പെരുന്നാളിന് മുടക്കായിരുന്നു. പെരുന്നാളിന് മുടക്കായാലും കോടതിക്ക് 2 ദിവസം അവധി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടർ പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് അപ്പോൾ ഞാനും ഒന്ന് ഡോക്ടറെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട് അജയൻ സാറിനെ കാണാനായിട്ട് എനിക്ക് അന്നത്തെ ഒരു മനുസാറുണ്ട്. മനുസാർ അപ്പോയിൻമെന്റ് മേടിച്ചെന്നു തിങ്കളാഴ്ചക്ക്. അങ്ങനെ തിങ്കളാഴ്ച കാണാനിരുന്നു. പിന്നെ കുഴപ്പമില്ലാന്നല്ല പലരും പറഞ്ഞു. എല്ലാ നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു മൂക്കിൽ വരുന്ന ദശയാണ്, 50 വയസ്സ് കഴിഞ്ഞാൽ മാത്രം ശ്രദ്ധിക്കണ്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കും തോന്നി അത് കുഴപ്പമില്ല. ഞാനും ഒന്ന് പതുക്കെ ഒന്ന് ലൂസായപ്പോൾ വെള്ളിയാഴ്ച രാത്രി എൻ്റെ മൂക്കിൽ നിന്ന് ഒരു 12 മണിക്ക് മൂക്കിൽ നിന്ന് വായിന്ന് ബ്ലഡ് വന്നു. പെട്ടെന്ന് രാത്രിയിൽ ബ്ലഡ് വന്നപ്പോൾ എനിക്കും ഒരു പകപ്പ് തോന്നി. എന്താ ചെയ്യേണ്ടത്, രാത്രിയിൽ ബ്ലഡ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പകപ്പുണ്ടല്ലോ.
ഞാൻ എൻ്റെ പെങ്ങളുടെ മകളെ വിളിച്ചു. അവരുടെ വിളിച്ചപ്പോൾ പെങ്ങളുടെ മകളുടെ ഭർത്താവ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ്. വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മാമ, മുന്നത്തെ ഒരു ബ്ലീഡിങ്ങിനുള്ള മരുന്നുണ്ടല്ലോ അതൊന്ന് കഴിച്ചു നോക്കും, നാളെ രാവിലെ നമുക്ക് ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ 7 മണിക്ക് പിറ്റേ ദിവസം ബ്ലഡ് മറ്റേ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ബ്ലഡ് വരാതായി. ഞാൻ പതുക്കെ 7 മണിയായിട്ട് മെഡിക്കൽ കോളേജിലെ മറ്റേ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് പറഞ്ഞു അന്ന് അജയൻ സാറിനെ കാണാനൊരു അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അജയൻ സാറിനെ കണ്ടു. അജയൻ സാർ വളരെ തിരക്ക് ഉള്ള ഒരാളാണ്, വളരെ നല്ല മനുഷ്യനാണ്. നമുക്കറിയാം സാറിന് എനിക്ക് യാതൊരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല. സാറ് ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്തായാലും നമുക്ക് ഒരു ബയോപ്സി എടുക്കാം. സാറിന് അതിൻ്റെ ഷേപ്പ് കണ്ടപ്പോഴോ അതിൻ്റെ ഇത് കണ്ടപ്പോഴൊക്കെ സാറിനെ മനസ്സിലായിട്ടുണ്ടാവും. സാറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനും കുഴപ്പമില്ല, നമുക്കിത് പിന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടല്ലോ ഇത് വരില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായില്ല. അത് കുഴപ്പമില്ല ബയോപ്സി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നമ്മുടെ അവിടുത്തെ മെഡിക്കൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പാർട്ടിയുടെ ദിനമണിയേട്ടുണ്ട്. ദിനമണിയേട്ടൻ അവിടെ കാത്തു നിന്നിരുന്നു. അപ്പം സാർ പറഞ്ഞു ഇപ്പോൾ തന്നെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫോടെ ചെന്ന് ദിനമണിയേട്ടനും കൂടി ഒരു ഇതെല്ലാ ടെസ്റ്റുകളും നടത്തി. ബാക്കി ടെസ്റ്റ് തിങ്കളാഴ്ച വന്ന് ചെയ്തോളാൻ പറഞ്ഞു. തിങ്കളാഴ്ച ചെയ്തു. ബുധനാഴ്ച വന്ന് അഡ്മിറ്റായി. വ്യാഴാഴ്ച മറ്റേ ബയോപ്സി നടത്തി. വെള്ളിയാഴ്ച വീട്ടിൽ പോന്നോളാൻ പറഞ്ഞു. റിസൾട്ട് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്തോളൂ, വക്കീൽ ഹോസ്പിറ്റലിൽ മറ്റേ കോടതിയിൽ പോകണ്ട, കാരണം ഒരു 10 ഒരാഴ്ച ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് ബയോപ്സി എടുത്തതല്ലേ. അപ്പോൾ എനിക്കിത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വന്നിരുന്ന് എന്തായാലും ഈ തിരക്ക് പിടിച്ച ലൈഫിന് കുറച്ച് നേരം റിലാക്സ് അല്ലെന്ന് വെച്ച് വീട്ടിലൊക്കെ വന്നിരുന്ന് സുഖമായിട്ട് TV ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പുറത്തിറങ്ങാണ്ട് ടിവിയും പഴയ സിനിമകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ഞാനും വൈഫും കൂടി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അജയൻ സാർ പറഞ്ഞു റിപ്പോർട്ട് വന്നിട്ടില്ല, എന്തായാലും നമുക്ക് മറ്റേ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം, ഞാൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ 10 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരാണ്ടായപ്പോൾ എനിക്ക് അതുവരെയുള്ളൊരു സന്തോഷമൊക്കെ പോയി. എനിക്ക് ഒരു ചെറുതായിട്ട് ടെൻഷൻ വന്നു. ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗോവിന്ദൻ ഡോക്ടറെ വിളിച്ചു. ഗോവിന്ദൻ ഡോക്ടറെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാർ അപ്പോൾ തന്നെ അവിടുത്തെ പാത്തോളജിസ്റ്റിനെ വിളിച്ചു. സാറിന് പരിചയമുള്ളൊരു പാത്തോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ മാഡം പറഞ്ഞു ഇത് ഇങ്ങനെ റിപ്പോർട്ട് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ 2-3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും. എന്തായാലും അപ്പോൾ ഡോക്ടർ തമാശയ്ക്ക് എന്നോട് പറഞ്ഞു നന്നായി നോക്കാൻ വേണ്ടി വെച്ചിരിക്കാണ്ടോ, കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു. ഞാൻ വളരെ എനിക്ക് പക്ഷേ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഞാൻ അത്ര അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ അത് വിട്ടുകളഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ അന്ന് കോടതി ഉമ്മൻചാണ്ടി സാർ രാവിലെ മരിച്ചപ്പോൾ രാവിലെയാണ് അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ഫയലുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ ജോൺസൺ സാറും കൂടിയിട്ട് ഗവൺമെൻറ് പ്ലീഡർ ഓഫീസിൽ വന്നു. അവിടുത്തെ പിയൂണ് ഞങ്ങൾക്ക് ഫയലുകളൊക്കെ എടുത്തു തന്നു. ഞാൻ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദൻ സാർ വിളിച്ചു. അഭിയാനത്തെ വണ്ടി ഓടിക്കാണെന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ചോദിച്ചു. പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു. റിസൾട്ട് മറ്റേ മാഡം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ലിംഫോമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലിംഫോമ എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ പറഞ്ഞു ലിംഫോമ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഒരു വകഭേദമാണ്, താൻ പേടിക്കേണ്ട, അതൊരു വകഭേദമാണ്, നാളെ തന്നെ താനൊരു കാര്യം ചെയ്തോളൂ, വെല്ലൂർക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്തോളൂ, ഞാൻ വെല്ലൂർ ഡോക്ടറെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് സാറ് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഓഫീസിൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തകർന്നു പോയി. എന്നാലും വണ്ടി ഓടിച്ച് ഓഫീസിൽ വന്നു. ഓഫീസിൽ ജൂനിയറായിരുന്ന എൻ്റെ പെങ്ങളെ മകളുണ്ടായിരുന്നു. അവളെ ഞാൻ ചേംബറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത്. ഒരു കുഴപ്പമില്ല, ഞാൻ മനുവിനോട് പറയാം. അവളുടെ ഭർത്താവ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അവൾ പറഞ്ഞു മാമ ഒരു പേടിക്കേണ്ട, ഞാൻ മനുവിനോട് പറയാം, മനു മാമൻ്റെ കൂടെ വരും, മാമൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ മറ്റേ അവിടെ നിന്ന് സ്ലൈഡ് മേടിക്കണം, മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ സ്ലൈഡ് മേടിച്ച് നമുക്ക് കൊണ്ടുപോകണം അങ്ങോട്ട്. അപ്പോൾ അതിനുള്ള ഏർപ്പാട് ചെയ്തു, മനു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെല്ലൂർക്ക് പോകാനുള്ള തീരുമാനമൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞു, കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ കരയരുത്, കരഞ്ഞ് ഞാൻ ധൈര്യം പോകും. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ കരച്ചിൽ വന്നിരുന്നു. പക്ഷേ അവരെ മുന്നിൽ കരയാൻ പാടില്ല സാറ്, ഞാൻ ഒരു നിലയ്ക്കൊക്കെ പിടിച്ചു നിന്നു. അവരെ മുന്നിൽ കാണാൻ ഞാൻ പലപ്പോഴും അന്നത്തെ ദിവസം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി കുളിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നിരുന്നു. പക്ഷെ അത് പുറത്ത് ഞാൻ കാണിച്ചിരുന്നില്ല. അവരും എൻ്റെ മുന്നിൽ ആ ധൈര്യമൊക്കെ അവരും കാണിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അജയൻ സാർ വിളിച്ചു, നാളെ രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു, വൈഫിനെയും കൊണ്ട് വന്നോളൂ പറഞ്ഞു. അപ്പോൾ സാർ അല്ല അത് കുഴപ്പമൊന്നുമില്ല, നാളെ വരും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്താ സാറെ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല ഞാൻ അറിഞ്ഞു സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ലിംഫോമിയാണ്, പേടിക്കേണ്ട, നാളെ രാവിലെ വരാൻ പറഞ്ഞു, വൈഫിനെയും കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. സാറ് അവിടെ ചെന്നപ്പോൾ സാറ് കാത്തിരുന്നിരുന്നു. സാറിൻ്റെ റൂമിൽ വെച്ചിട്ട് സാറ് എനിക്കും വൈഫിനും ഒരു കൗൺസിലിംഗ് പോലെ തന്നു. എൻ്റെ എന്താ പറയുക, ഒരു ബ്രദർ നമ്മളോട് പറഞ്ഞു തരുന്ന പോലെ സാറ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്നിട്ട് വലിയൊരുക്കൊന്നും വേണ്ട, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് RCCയിൽ പോയാൽ മതി. RCCയിലെ ഇതിൻ്റെ ഹെഡ് ശ്രീജിത്ത് സാറ് അജയൻ സാറിൻ്റെ ഫ്രണ്ടാണ്.
സാർ അപ്പോൾ അതിനുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്ത് ആളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റൊക്കെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെസ്റ്റുകളൊക്കെ അവിടെ RCC പോയി ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റും അതിനനുബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ സാറ് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാ അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ട് ഫിറ്റ്നസ്സൊക്കെ മേടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ പെറ്റ് സ്കാൻ ഇല്ല, അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യണം, പെറ്റ് സ്കാൻ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ സ്പ്രെഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെറ്റ് സ്കാനിന് വേണ്ടി സാർ എനിക്ക് അമലയിലേക്ക് പെറ്റ് സ്കാൻ എഴുതി തന്നു. ഞാനപ്പോൾ അവിടുത്തെ PRO ജോസഫേട്ടനെ വിളിച്ചു. ജോസഫേട്ടൻ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ശരിയാക്കി തന്നു. ഞാൻ അടുത്ത ദിവസം പോയിട്ട് പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക്, ഇത് നടന്നത് വെള്ളിയാഴ്ചയാണ്, ചൊവ്വാഴ്ചയ്ക്ക് എനിക്ക് ശ്രീ സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് മറ്റേ പെറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച റിസൾട്ട് കിട്ടി. തിങ്കളാഴ്ച റിസൾട്ട് കിട്ടിയപ്പോൾ അജയൻ സാറിനൊക്കെ അയച്ചു കൊടുത്തു. അജയൻ സാർ പറഞ്ഞു കുഴപ്പമില്ലടോ, ഇത് എവിടെയും സ്പ്രെഡ് ചെയ്തിട്ടില്ലേ, ഒരു ബിഗിനിങ് സ്റ്റേജാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും ചൊവ്വാഴ്ച അജയൻ സാർ ചൊവ്വാഴ്ച ശ്രീ സാറിനെ കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീ സാറിനെ കാണാനുള്ള ഏർപ്പാട് ചെയ്തു. എൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ്, അതായത് പഞ്ചമിയുടെ ഭർത്താവ് മനും വൈഫും ഞാനും കൂടി അന്ന് ഉച്ചയ്ക്ക് ഇവിടെ നമ്മുടെ RCCയിൽ പോയി ട്രെയിനിന്. അന്ന് പിറ്റേ ദിവസം ശ്രീ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ എനിക്കിങ്ങനെ ഈ അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന എൻ്റെ സുഹൃത്ത്, അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായിരുന്ന ജോൺസൺ വക്കീൽ CPIയുടെ ഒരു ലീഡറായിരുന്നു ആൾ നേരെ എന്ത് ചെയ്തു, മറ്റേ മിനിസ്റ്റർ രാജുവിനോട് വിവരം പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥി വിഭാഗത്തിലും മിനിസ്റ്ററും ഞങ്ങളൊക്കെ ഒന്നിച്ചന്ന് വിദ്യാർത്ഥി വിഭാഗത്തിലും അതുപോലെ തന്നെ യുവജന വിഭാഗത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇടതുപക്ഷ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിനിസ്റ്റർ പ്രാക്ടീസ് ചെയ്തിരുന്നു, അങ്ങനെ അടുപ്പുണ്ടായിരുന്നു. മിനിസ്റ്റർ അത് അറിഞ്ഞ വഴിക്ക് തന്നെ ഒരു കത്ത് എഴുതി കൊടുത്തു, അവിടെ കാണാനുള്ള ഏർപ്പാട് ചെയ്തു തന്നു. അതുപോലെ തന്നെ എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് RCCയിൽ പോയി, RCCയിൽ അവിടെ ശ്രീ സാറിനെ കാണാനുള്ള എല്ലാ ഏർപ്പാടും അജയൻ സാറും ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ശ്രീ സാറിനെ കണ്ടു. ശ്രീ സാറ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഇത് ഒരു ബിഗിനിങ് സ്റ്റേജാണ്, തനിക്കിത് ഇത് എങ്ങനെ തുടക്കത്തിൽ കണ്ടത്, സാധാരണ ഇത് കടലകളൊക്കെ ആയിട്ട് വരിക, ഇങ്ങനെ ബ്ലഡായിട്ട് വരാറില്ല, എന്തായാലും കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നപ്പോൾ വലിയ കുഴപ്പമില്ല, ടെസ്റ്റൊക്കെ നടത്തി ഞങ്ങൾ പോകുന്നു. പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് ബോൺമാർ എടുത്ത്. ബോൺമാരെന്ന് പറഞ്ഞു നോക്കിയാൽ എനിക്ക് പേടിയായി. കാരണം അവിടെ ആൾക്കാരെ കമഴ്ത്തി കെടുത്തി ഉള്ളി കൊണ്ടുപോയി ആൾക്കാരെ മജ്ജ കുത്തിയിരുന്നുകൊണ്ട് ഇതാണ്, മജ്ജ കുത്തിയിട്ട് പരിശോധിക്കണം. ഞാനത് കണ്ടപ്പോൾ എനിക്കാകെ ഞാനങ്ങനെ പകച്ചു. പറഞ്ഞു എന്തായാലും ബോൺമാരെ വൈഫിനോട് പറഞ്ഞു, വിജയോട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, തൃശ്ശൂർ പോയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു വിഷമം കണ്ടിട്ട് അവിടെ തൊട്ടപ്പുറത്തിരുന്നിരുന്ന ഒരാൾ എന്നോട് ചേട്ടാ ഞാൻ 4ാമത്തെ തവണ ഇത് ചെയ്യുന്നു, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ബോൺമാരെടുത്തു. അവിടുത്തെ സിസ്റ്റേഴ്സ് വളരെ നമ്മളെ എന്താ പറയുക, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അറിയാതിരിക്കാനായിട്ട് അവർ നമ്മളോട് വർത്തമാനം പറഞ്ഞ് പുറത്ത് ഇങ്ങനെ പിടിച്ച് നമ്മളെ കെടുത്തി അതിനുശേഷം ഡോക്ടറെ കുത്തിയെടുത്ത്. അപ്പോൾ നമ്മളോട് പല കാര്യങ്ങളൊക്കെ അവർ വളരെ എന്താ പറയുക ഒരു ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു പെരുമാറ്റമുണ്ട് RCCയിൽ, അവർ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും. അപ്പോൾ അങ്ങനെ ആ പെരുമാറ്റം കൊണ്ട് കുത്തിയെടുത്ത് ഞാൻ അറിഞ്ഞില്ല. അത് സാറ് പറഞ്ഞു. എന്നിട്ട് മറ്റേ ശ്രീ സാറിനെ കണ്ടപ്പോൾ ശ്രീ സാറ് പറഞ്ഞു പൊക്കോളൂ, കുഴപ്പമില്ല, ഇനി ഇവിടുത്തെ സ്ലൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സ്ലൈഡിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ വന്നാൽ മതി, അപ്പോൾ താൻ വരണമെന്നില്ല, താൻ ഒരു കാര്യം ചെയ്തോളൂ, വേറെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ഹോസ്പിറ്റൽ മറ്റേ അമലയാണ് അടുത്ത്. അന്ന് അമലയിൽ ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ടാൽ മതി, നിങ്ങളിപ്പോൾ ഇവിടേക്ക് ഇതിന് വേണ്ടിയിട്ട് വന്ന് പോകാനും നിൽക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്ത് അമലയിൽ കണ്ടോളൂ എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റും സംവിധാനങ്ങളും കിട്ടും. പിന്നെ ഇപ്പോൾ അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു വേണ്ട, ഞാൻ അവിടേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സാറ് വളരെ തിരക്കുള്ള ഒരാൾ, സാർ അവിടെ ഒരു ഡോക്ടർക്ക് എനിക്ക് കത്ത് വന്നു. അനിൽ ഡോക്ടർക്കായിരുന്നു. അനിൽ ഡോക്ടർ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് അനിൽ ഡോക്ടർ കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഇവിടെ നോക്കുന്നത് ഉണ്ണീഷ് സാറാണ്. ഉണ്ണീഷ് സാർക്ക് എനിക്ക് കത്ത് വന്നു. ശ്രീ സാറ് ഉണ്ണീഷ് സാറിനെ വിളിച്ച് പറഞ്ഞു. ഉണ്ണീഷ് സാറ് ജോസഫേട്ടൻ, അതായത് അമലയിലെ PRO ജോസഫേട്ടൻ എന്നെ ഉണ്ണീഷ് സാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഉണ്ണീഷ് സാറിൻ്റെ കീഴിലാണ് ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ഉണ്ണീഷ് സാർ നോക്കിയിട്ട് പറഞ്ഞു 8 ദിവസം കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് പോയാൽ പോകണ്ട, കാരണം വലിയ ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, 10 ദിവസം കഴിഞ്ഞ് പോകണം പറഞ്ഞു. അപ്പം നോക്കി, അപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് സർജറി എടുത്തത്. പക്ഷേ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, കാരണം ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ മറ്റേ ഉണ്ണീഷ് സാറ് നോക്കി, റിപ്പോർട്ട് വന്നപ്പോൾ ലിംഫോമ ഡബിൾ ഹിറ്റാണ്. അപ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആണ്, ഹൈ ഗ്രേഡ് ലിംഫോമയാണ്, NHDL നോൺ ഹോഡ്ജിക്കിൻ ലിംഫോമ ഹൈ ഗ്രേഡ് ആണ്. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇതാണെങ്കിൽ നമുക്ക് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കീമോ ചെയ്യേണ്ടി വരും, നമുക്കൊന്ന് നോക്കാം. ഒരു കാര്യം, ഡൽഹിയിൽ ഒരു ലാബുണ്ട്, അവിടേക്കും കൂടി ഈ ഇത് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് വരികയാണ് ഹൈ ഗ്രേഡ് മറ്റേ ഡബിൾ ഹിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ
നമുക്കൊരു കാര്യം ചെയ്യണം, 5 ദിവസത്തെ കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒറ്റ ദിവസത്തേക്ക് കീമോ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ആദ്യത്തെ കീമോ RHOP ആ കീമോ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് റിസൾട്ട് വന്നപ്പോൾ ആൾ സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഡബിൾ ഹിറ്റ് അല്ല, യാതൊരു പ്രശ്നമില്ല പറഞ്ഞു. സാർ ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഇത് ഹൈ ഗ്രേഡ് ആയതുകൊണ്ട് വേറെ കാര്യം മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ ഓഫീസിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ GP ഓഫീസിൽ പോകും. കീമോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെയാണ് കീമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ ഇതിൽ കീമോ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സിന്ധു എന്ന് പറയും, എൻ്റെ ഒപ്പം +2 പഠിച്ചു തരുന്നതാണ്. ഇപ്പോൾ അവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അവർക്കാണ് ആദ്യത്തിൽ ക്യാൻസർ വന്നത്. അവർ ക്യാൻസർ വന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയ ആളാണ് ഞാൻ. അവർ അങ്ങനെ ജൂബിലിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവരെ കണ്ട് അവരെ ആശ്വസിപ്പിക്കാനും വർത്താനൊക്കെ പറഞ്ഞ് അവിടെ പോയി പറഞ്ഞ ഒരാളാണ്. അവിടെ നിന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വന്നത്. പക്ഷേ അവർ എനിക്കത് പറഞ്ഞു നോക്കി, ഈ കീമോ ഒന്നും പഠിക്കണ്ട, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് കീമോന് പോയി. ഞാൻ പോകുമ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് പോയത്. എനിക്കന്നൊരു ഇതുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ കോൺഫിഡൻസ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്തിട്ട് പോയത്. അതിന് വൈഫ് എനിക്ക് നല്ല ധൈര്യം തന്നു. വൈഫ് പറഞ്ഞു, അമലേരിക്കല്ലേ പോകണം, ഇനിയിപ്പോൾ കീമോ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം നമ്മൾ വണ്ടി തന്നെ എല്ലാ കീമോനും, ഒരു കീമോ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കീമോനും ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോയത്. അപ്പോൾ ആദ്യത്തെ കീമോ കഴിഞ്ഞ് ഒരു ചെറിയൊരു എക്കിളിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഛർദിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, തലചിറ്റോ ഛർദിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ സിന്ധു ടീച്ചർ അപ്പോൾ കീമോൻ്റെ ഇടയിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ സിന്ധു ടീച്ചർ എന്നോട് പറഞ്ഞു, ഇത് അപ്പോൾ കീമോൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ സിന്ധു ടീച്ചർ അങ്ങനെയല്ലല്ലോ, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവണ്ടേ? ഇല്ല ടീച്ചറെ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു. മുടിയൊന്നും പോയില്ല, കുറച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത കീമോ ആവാറായപ്പോഴും മുടി ഒന്നും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ സിന്ധു, നീ പറഞ്ഞ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഒരാൾ കുഴപ്പമില്ല, ചില ശരീരപ്രകൃതിയാവുന്ന പറഞ്ഞു. രണ്ടാമത്തെ കീമോന് പോയി. രണ്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ മുടി കംപ്ലീറ്റ് പോയി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട്, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ക്ഷീണം തോന്നുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് വന്നൊരു പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എക്കിളായിരുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന എക്കിള് എന്ന് പറഞ്ഞാൽ ഒരു അസാമാന്യ, നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു അസാമാന്യ എക്കിളായിരുന്നു. ആ എക്കിള് നമുക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കില്ല. അങ്ങനെ 6-ാമത്തെ ദിവസമായപ്പോൾ ആ എക്കിള് നിന്നു. അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ 8 ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് 10-ാമത്തെ ദിവസം തൊട്ട് ഓഫീസിൽ വന്നിരിക്കും. ക്ലയൻസിനെ കാണാറില്ല, മാസ്ക് ഒക്കെ വെച്ച് ഓഫീസിലിരിക്കും. അതുപോലെ തന്നെ GP ഓഫീസിലും പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ അന്ന് എൻ്റെ ജൂനിയേഴ്സായിരുന്ന ശിശിരിയും അതുപോലെ തന്നെ രജനിയും ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ അവരവിടെ കോടതിയിൽ വളരെ ഭംഗിയായിട്ട് കേസ് നടത്തിയിരുന്നു. അപ്പോൾ അവർ ഫോണിൽ കൂടെ എനിക്ക് ഇൻഫർമേഷൻ തരും, കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും തരും. ഞാനിവിടെ അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ ഫോണിൽ കൂടെ കൊടുക്കും. അതിനുശേഷം 2-ാമത്തെ കീമോ, 3-ാമത്തെ കീമോക്ക് പോയി. 3-ാമത്തെ കീമോക്ക് പോയപ്പോൾ കീമോ കഴിഞ്ഞപ്പോൾ സാധാരണ പോലത്തെ വണ്ടി ഓടിച്ച് വന്നു. ഇവിടെ പിന്നെ മോഷൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. 3-ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ എക്കിള് നിൽക്കുന്നില്ല. 5 ദിവസം എക്കിള് നമ്മൾ കുഴപ്പമില്ല, 5 ദിവസം മാറുമെന്നുള്ളതിൽ നമ്മൾ ഇതിൽ നിന്നു. 5 ദിവസം കഴിഞ്ഞ് 10 ദിവസമായിട്ട് എക്കിള് പറഞ്ഞില്ലേ. ഉണ്ണീഷ് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാറ് ബാംഗ്ലൂരാണ്, എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റി എന്നുള്ളത് പറഞ്ഞു. സാറ് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ അമലരെ കാഷ്വാലിറ്റി ചെന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തലേ ദിവസം രാത്രിക്ക് എനിക്ക് എക്കിള് കണ്ടിന്യൂസ് ആയിട്ട് എക്കിളായിട്ട് ഞാൻ കുറേ ഇത് കഴിച്ചാൽ മതി. ഞങ്ങൾ നാടൻ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു നോക്കി. പക്ഷേ എക്കിള് നിൽക്കുന്നില്ലേ, ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ രാത്രി ഉറങ്ങാനും പറ്റില്ല, ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വളരെയധികം കൂടി. അങ്ങനെ നേരം വെളുത്ത് നേരെ അമലയിലേക്ക് ചെന്നു. അമലയിലേക്ക് വണ്ടി ഓടിച്ചു തന്നെ പോയി. അവിടെ ആ ഇതിൽ വണ്ടി ഓടിച്ച് ചെന്നു. വണ്ടി ഓടിച്ച് അവിടെ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ പോയി. അവർ മരുന്നത് അവിടെ ചെന്നൊഴുകി എക്കിള് മാറി. അവിടെ ചെന്ന് കുറേ നേരം ഇരുന്നു. അവർ മരുന്നൊക്കെ തന്നു. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോകുന്നപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് കുറച്ചൊരു ആത്മവിശ്വാസം കൂടി. എക്കിളൊക്കെ പോയാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എക്കിള് തുടങ്ങി. എക്കിള് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു ഗ്യാസ്ട്രോനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഗ്യാസ്ട്രോൻ്റെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ജോസഫേട്ടൻ വേഗം വിളിച്ചിരിക്കും, അപ്പോയിൻമെൻ്റ് ഒക്കെ മേടിച്ചു തന്നു. ഗ്യാസ്ട്രോൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മരുന്നുകളൊക്കെ തന്നു. അപ്പോൾ ആ മരുന്നുകളൊക്കെ കഴിച്ചപ്പോൾ അത്തവണത്തെ വലിയ പ്രശ്നമില്ലാണ്ട് എക്കിള് അവസാനിച്ചു. 4-ാമത്തെ കീമോ വന്നപ്പോൾ സാറ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്റ്റിറോയിഡിൻ്റെയാണ് എക്കിള് വരുന്നത്. ചില ആളുകൾക്ക് സ്റ്റിറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എക്കിള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു എക്കിൾ തന്നെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ എക്കിള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചിക്കാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെ സാറ് എന്ത് ചെയ്തു, ഇഞ്ചക്ഷനാക്കി. അപ്പോൾ ഈ കാലത്തും വൈകിട്ട് ഇഞ്ചക്ഷൻ. അപ്പോൾ എക്കിള് സഹിക്കുന്നതിലും ബുദ്ധിമുട്ട്, ഇത്തിരി വേദന എടുത്താലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ 3-ാമത്തെ കീമോ
വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പോയി. നാലാമത്തെ കീമോ തുടങ്ങിയപ്പോൾ വീണ്ടും എക്കിൾ വന്നു. ഈ ശരീരം ഈ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനെ പ്രതിരോധിച്ച് വീണ്ടും എക്കിൾ വന്നു. അപ്പോൾ സാറ് അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്ത 4ാമത്തെ കീമോ കഴിഞ്ഞ് പെറ്റെടുക്കാൻ പറഞ്ഞു. പെറ്റെടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 5ാമത്തെ കീമോ ചെയ്യുന്നപ്പോൾ സാറിനോട് പറഞ്ഞു, ഇപ്പോഴത്തെ ഇതിലെല്ലാം ഓക്കെയാണ്, മാറിയിട്ടുണ്ട്, ഇനി കീമോ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എന്തായാലും വന്നോളൂ, കാരണം നമുക്കിത് വീണ്ടും വരാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഒരു 2 കീമോ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സാറ് എന്ത് ചെയ്തു, എനിക്ക് ഈ എക്കിള് പോകാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് മരുന്ന് ഈ വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചു. പിന്നെ എക്കിളിൻ്റെ ബുദ്ധിമുട്ടുണ്ടായില്ലേ. അങ്ങനെ 6 കീമോ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ അതിന് ശേഷം ആ കീമോൻ്റെ ഇടയിലും എന്നോട് അവിടെ നിന്ന് ശ്രീജി സാർ പറഞ്ഞിരുന്നു. ശ്രീജി സാറ് നമ്മളെ RCCയിലെ ലിംഫോമയുടെ ഹെഡ് ശ്രീജി സാർ പറഞ്ഞു, 5 ദിവസം കഴിഞ്ഞാൽ ഓഫീസിൽ പോയിക്കോളൂ, നിങ്ങൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വീട്ടിലൊന്നും ഇരിക്കേണ്ട, നിങ്ങൾ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തു, മുടിയൊന്നും ഇല്ലാണ്ട് ഞാൻ മറ്റേ മാസ്കൊക്കെ വെച്ച് കൃത്യമായിട്ട് സാനിറ്റൈസറെ കൊണ്ട് ഓഫീസിൽ പോയിരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു വിൽ പവർ വരും. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം ഒന്ന് പകച്ചു പോകും, പിന്നെ കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്നൊരു വിൽ പവർ കിട്ടും, നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിനെ ധൈര്യം കൈവിടാണ്ടിരിക്കുക. ഞാൻ ആ സമയത്ത് കൂടുതലായിട്ട് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്താണ് ക്യാൻസർ എന്നും ലിംഫോം എന്താണ്, മൈലോം എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ ഇത് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, നമ്മളോട് പെട്ടെന്ന് ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു പേടി, വിഷമം ഉണ്ടാവും പലരും, കാരണം നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നൊക്കെ. പക്ഷെ ഞാനത് വളരെ എന്താ പറയുക, എല്ലാവരോടും ട്രീറ്റ്മെന്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ പോയി. എനിക്ക് പലപ്പോഴും സംഭവിച്ച് കോടതിയിൽ ചെന്നിട്ട് എന്നെ കണ്ട തിരിച്ചറിയില്ല, കാരണം എൻ്റെ തലമുടി കംപ്ലീറ്റ് പോയി. ഞാൻ 1ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ 2ാമത്തെ കീമോ കഴിയുമ്പോഴത്തേനും മുടി കംപ്ലീറ്റ് പോയി. പിന്നെ എന്നെ കണ്ട തിരിച്ചറിയില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് വക്കീലെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം അവർക്ക് മനഃപൂർവ്വം, നമുക്ക് തോന്നുന്നത് എന്നെ കണ്ടാൽ മനസ്സിലാവും, പക്ഷെ അത് മനഃപൂർവ്വമല്ല, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. കാരണം നമ്മുടെ ഐഡന്റിറ്റിനെ മാറിപ്പോകും. കാരണം പുരികം പോയി, അതുപോലെ തന്നെ തലയിലും മുടി പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചറിയില്ല. അങ്ങനെ തിരിച്ചറിയാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതൊക്കെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ്മെന്റിലാണെന്ന് പറയാം. നമുക്കപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യാനും പിടിക്കാനൊന്നും ഒരു മടി ഉണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. കീമോക്ക് അമലയിൽ പോകുമ്പോഴൊക്കെ ഞാൻ തനിയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അതെനിക്ക് ഞാനും വൈഫും കൂടിയിട്ടാണ് പോവാറ്, പക്ഷെ ഞാനാണ് ഡ്രൈവ് ചെയ്യാറ്. എല്ലാ കീമോയ്ക്കും അങ്ങനെ ചെയ്തിരുന്നത്. അതിലൊരു കീമോ 5ാമത്തെ കീമോ ചെയ്യുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മകനാണ് ഡ്രൈവ് ചെയ്തത്. അത് കാരണം വേറെ ഒന്നുമില്ല, അന്ന് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈസൻസ് എക്സ്പയർ ചെയ്യും. അപ്പോൾ ആ ലൈസൻസ് എക്സ്പയർ ചെയ്യാൻ പിന്നെ വണ്ടി ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ അന്ന് മാത്രം ആ കീമോയ്ക്ക് മാത്രം ശ്രീരാമൻ എന്ന് പറയും, ശ്രീരാമനാണ് ഡ്രൈവ് ചെയ്തത്. ബാക്കി എല്ലാ കീമോയ്ക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്തത് പറഞ്ഞു. അത് വൈഫും നല്ലൊരു കോൺഫിഡൻസ് തരാറുണ്ട്. അതായത് ഒറ്റയ്ക്ക് ധൈര്യം ഡ്രൈവ് ചെയ്യും എന്നാണ് എനിക്ക് പറയാറ്. അപ്പം എനിക്ക് ആ ഒരു കീമോ കഴിഞ്ഞിട്ട് തല ചുറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈഫ് പറയും ധൈര്യമായിട്ട് ഓടിക്കും എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഓടിക്കാറ്. അങ്ങനെ ഒരു 4ാമത്തെ കീമോ കഴിഞ്ഞ്, ഞാനിപ്പോൾ സാധാരണ കീമോ കഴിഞ്ഞ് അവിടെ അങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ ഞാൻ നടന്നു പോകാറുണ്ട്. കീമോ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോരാറ്. അപ്പോൾ അങ്ങനെ ഒരു കീമോ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ബില്ലൊക്കെ ശരിയായി എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്നോട് സ്ട്രെച്ചർ വേണമെന്ന് വെച്ചു. സ്ട്രെച്ചറല്ല, വീൽ ചെയർ വേണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യൻ്റ് പറഞ്ഞു. ഓ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കത് തനിയെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് തോന്നാറുണ്ട്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും എനിക്കെന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ കീമോ കഴിഞ്ഞും വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് വൈഫ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യും. ഞാൻ പുറത്തിറങ്ങില്ല, വണ്ടി ഡ്രൈവ് ചെയ്ത് അവിടെ കാറിലിരിക്കും. ഈ അസുഖം വന്നപ്പോഴാണ് ഞാൻ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയത്. വളരെ ഒരു തിരക്ക് പിടിച്ച ഒരു അഭിഭാഷക ജീവിതമായിരുന്നു പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ. കാലത്ത് 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പ്രൈവറ്റ് ഓഫീസിൽ വന്ന് അതായത് കേസുകളൊക്കെ പഠിച്ച് കക്ഷികളെ നോക്കി, അതിനുശേഷം 10 മണിക്ക് ഗവൺമെൻറ് പ്ലീഡർ ഓഫീസിൽ പോയി
കേസ് സാക്ഷികളെയും കേസുകളെയൊക്കെ പഠിപ്പിച്ച് അതിനുശേഷം മറ്റേ കേസ് കോടതി 11 മണിക്ക് കോടതി ചെന്ന് കഴിഞ്ഞാൽ 5 മണി വരെ ത്രൂ ഔട്ട് വിസ്താരവും കാര്യങ്ങളായിട്ട് വിവിധ കേസുകൾ വിവിധ കോടതികൾ വിസ്തരിക്കുക. നല്ല തിരക്കായിരുന്നു. അതിനുശേഷം 6 മണിക്ക് പേഴ്സണൽ ഓഫീസിൽ വന്ന് വീണ്ടും പ്രൈവറ്റ് കേസുകളുടെ കക്ഷികളെയും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു 9 മണി വരെ ഓഫീസിലിരിക്കും. അതിനുശേഷം ഫയലൊക്കെ ആയിട്ട് പലപ്പോഴും പിറ്റേ ദിവസത്തെ ഫയലുകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് പഠിച്ച് പിറ്റേ ദിവസം കേസ് നടത്താറ്. അത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അസുഖം വന്നത്. അപ്പോഴാണ് ഞാൻ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത്. കാരണം അത്രയും തിരക്ക് പിടിച്ച ഒരു ദിവസം, വളരെ തിരക്ക് പിടിച്ചിങ്ങനെ നടന്ന ദിവസങ്ങളിൽ നിന്ന് പെട്ടെന്ന് തിരക്കൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ, നമ്മളെ വീട്ടിൽ ഒറ്റപ്പെട്ട ഫീലിംഗ്. കാരണം നമുക്ക് അപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓടിച്ചാടി നടന്നിരുന്നത് എന്നുള്ളത്. ദിവസം ഒരു 10ഉം 25ഉം ആൾ വിളിച്ചിരുന്ന സ്ഥലത്ത് വളരെ കുറച്ച് ആൾക്കാരായി വിളിക്കുന്നത്. അപ്പോൾ ആ ബന്ധങ്ങളുടെ ഒരു മൂല്യമുണ്ട്, ബന്ധങ്ങളുണ്ട്, ആ സൗഹൃദങ്ങൾ. അവരാണ് എന്നെ പിന്നെ എനിക്ക് എന്താ വിളിക്കലും എനിക്ക് ധൈര്യം തന്നതും എന്നോട് സംസാരിച്ചിരുന്നതൊക്കെ അവരാണ്. മണിക്കൂറോളം നമ്മളായിട്ട് സംസാരിക്കാനായിട്ട് അവർ സമയം ചിലവഴിച്ചു. കാരണം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. നമുക്കപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോൾ രഘു മാരാത്ത് വക്കീൽ വിളിക്കും, പിന്നെ മോനേഷൻ വക്കീൽ വിളിക്കും, ജോയേട്ടൻ വിളിക്കും, പിന്നെ മറ്റേ ജോൺസൺ വക്കീൽ വിളിക്കും, പിന്നെ പ്രസൂൺ വക്കീൽ വിളിക്കും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ, പിന്നെ സിന്ധു ടീച്ചർ വിളിക്കും, പിന്നെ സുകേഷ്, എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു സുകേഷ് എല്ലാ ആഴ്ചയിലും വരും, എല്ലാ ദിവസവും വിളിക്കുകയും ചെയ്യും. അപ്പോൾ അവരൊക്കെ എനിക്കെന്ന് വെച്ചാൽ അവരൊക്കെ ഇവരൊക്കെ വിളിക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന സമയത്ത് ഇവരൊക്കെ വിളിക്കുമ്പോൾ, അപ്പോൾ അവരൊക്കെ ആയിട്ട് ദിവസം കൂടുമ്പോൾ ഒരു രാഷ്ട്രീയം പറയും, സമകാലീന വിഷയങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറും, ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതിന് നമ്മളെ ബന്ധങ്ങളുടെ മൂല്യം വളരെ കറക്റ്റാണ്. പിന്നെ വിനു എന്നെ സ്ഥിരം വിളിക്കാറുണ്ട്. വിനു വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. ഞങ്ങൾ സിനിമയെ കുറിച്ചും മോഹൻലാലിൻ്റെ സിനിമയെ കുറിച്ചും അങ്ങനെ ഒരുപാട് സമകാലീന വിഷയങ്ങളെ കുറിച്ച് വിനു സമയം കണ്ടെത്തിയിട്ടാണ് വിളിക്കാറുണ്ട്. ഞാൻ വിനുവിനെ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ചിലപ്പോൾ വിനുവായിട്ട് കത്തി വയ്ക്കാറുണ്ട്. വിനു എത്ര തിരക്കുണ്ടെങ്കിൽ കൂടി എനിക്ക് എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. പലപ്പോഴും ഒരു തവണ എനിക്ക് തോന്നുന്നു ഒരു കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പുലിക്കളി ഓണത്തിൻ്റെ സമയത്ത് പുലിക്കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനു എന്നെ വിളിച്ച് കുറച്ച് ആ പുലിക്കളി ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിനു അങ്ങനെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളുടെ ഒരു മൂല്യം മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യയും അതുപോലെ തന്നെ കുട്ടികൾ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ വിജി, മക്കളായ വിവസ്വാൻ, പിന്നെ സഹോദരിമാർ, അതുപോലെ തന്നെ എൻ്റെ മറ്റേ ബ്രദറിൻലോ, അതുപോലെ തന്നെ മറ്റേ ബ്രദറിൻലോസ്, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ, അമ്മ, അവരൊക്കെ എന്താ പറയുക വലിയൊരു സപ്പോർട്ട് എനിക്ക് തന്നു. കാരണം ആ സമയത്ത് എനിക്ക് തന്ന വലിയൊരു സപ്പോർട്ട് തന്ന ആളുകളാണ് അവരൊക്കെ ഒരു സപ്പോർട്ട്. അതുപോലെ തന്നെ ഫാമിലിയുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഒരു സപ്പോർട്ട് നമുക്കിത് എന്താ പറയുക ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്, നമുക്ക് ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കാൻ, അതായത് പുറത്തേക്ക് ഇങ്ങനെ കടക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നു. അവരിങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഇല്ലെങ്കിൽ അവർ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അവരെന്തെങ്കിലും സമയം കണ്ടെത്തി ഇപ്പോൾ കാലത്ത് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തിരക്ക് കഴിഞ്ഞ് അവർ വൈകുന്നേരം വിളിക്കും. അങ്ങനെ കുറേ നേരം അവർ സംസാരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സാണ്. കാരണം അതാണ് നമ്മുടെ ബന്ധങ്ങളുടെയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയൊക്കെ ഒരു വലിയൊരു ഘടകം. ഈ മറ്റേ അസുഖം സ്ഥിരീകരിച്ച് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ബന്ധുണ്ട്, സച്ചിൻ എന്ന് പറയും. ആൾ മസ്കറ്റിൽ ജോലി ചെയ്യുക. സച്ചിൻ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചു, അവൻ്റെ ഒരു സ്വതസിദ്ധമായ ശരീരം വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും, അപ്പോൾ അവൻ പറഞ്ഞു ലിംഫോമിയ, ഇതൊന്നും കാര്യമില്ല, ഞാൻ നിന്നെപ്പോൾ ഒരാൾ വിളിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട് ഉണ്ട് ജിസിൽ എന്ന് പറഞ്ഞിട്ട്, ജിസിലിന് ഈ 4th സ്റ്റേജിൽ ഈ അസുഖം വന്ന് മാറിയതാണ്. ജിസിൽ എന്നെ വിളിച്ച് എനിക്കൊരു മുൻപരിചയമില്ല, സച്ചി പറഞ്ഞത് പ്രകാരം എന്നെ വിളിച്ച് ഒരു 3/4 മണിക്കൂറോളം ഞാനായിട്ട് ഫോണിൽ എനിക്ക് സംസാരിച്ച് എനിക്ക് ധൈര്യം തന്നു. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും, ഞാൻ 4ാമത്തെ സ്റ്റേജിൽ നിന്ന് റിക്കവർ ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തന്നു. അപ്പോൾ ആ ജിസിൽ തന്നൊരു ധൈര്യമുണ്ട്. അതായത് ഒരു സർവൈവർ മറ്റൊരു സർവൈവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരിക. മറ്റു ഡോക്ടർ പറയുന്നതും അല്ലെങ്കിൽ മറ്റു ആളുകൾ പറയുന്നതും ഒക്കെ ഉപരി ഒരു സർവൈവർ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അവരതിൽ നിന്ന് റിക്കവർ ചെയ്തു തന്നും അവരെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരും. അത് ശരിക്കും എനിക്ക് ജിസിൽ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബെന്നി വക്കീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ്. ആൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഒരു 17-18 വർഷമായിട്ടുണ്ട്. എന്ത് കാര്യം വളരെ പോസിറ്റീവായിട്ട് നേരിടേണ്ട ആളാണ്. വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ എന്താ പറയുക ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യണം.
അല്ലാതെ നമ്മൾ ഡോക്ടറോട് ചോദിക്കേണ്ട ഒരു കാര്യം ചെയ്യരുത്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, വിൽ പവർ കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വക്കീലിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പുറത്തിറങ്ങുവാൻ ബുദ്ധിമുട്ട്, ആൾക്കാരായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാരും. ബെന്യുവെങ്കിലും ഞാനും അതുപോലെ തന്നെ വക്കീലിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്കൊണ്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം തോന്നി ഞാനും രഘു മാരാത്ത് വക്കീലും അതുപോലെ തന്നെ ബെന്യുവെങ്കിലും കൂടി ഒരു മരിച്ച വീട്ടിൽ പോയി. അപ്പോൾ സാധാരണ ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി ചായ കുടിച്ച് വർത്താനം പറഞ്ഞിട്ട് വരാറ്. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബെന്യുവെക്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മാറി 6 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പക്ഷേ പഴയ ശൈലി തന്നെ, വക്കീൽ നമുക്ക് ചായ കുടിക്കില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ അപ്പോൾ വക്കീൽ പറഞ്ഞു, രഘു വക്കീൽ പറഞ്ഞാൽ വക്കീലിന് പുറത്തുനിന്ന് ചായ കഴിക്കാൻ പറ്റില്ല, വക്കീൽ ട്രീറ്റ്മെൻറ്റ് വന്നേ നമുക്ക് കഴിക്കാം. അതൊന്നും ഒരു വിഷയമല്ല. വക്കീൽ അവിടെ പോയിട്ട് ആ ഒരു സാധാ കടയിൽ പോയിട്ട് ഒരു വടയും ചായയും കഴിച്ചു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇതൊന്നും കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല, നമ്മളൊക്കെ അത് കഴിക്കുക, നമ്മൾ ആ വിൽ പവർ, അത് നമ്മുടെ വിൽ പവറാണ്. അപ്പോൾ വക്കീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ ഒരു ഇത് വന്നതിന് ശേഷം വക്കീൽ വളരെ കുറച്ചും കൂടി 10 മടങ്ങ് ആക്റ്റീവാണ് കോടതിയിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ വക്കീലിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വക്കീൽ കോടതി കഴിഞ്ഞാൽ, കൺസ്യൂമർ കോടതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് ആ കോടതിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്, അവിടെ ചായയും കടയും കഴിക്കും. അപ്പോൾ വക്കീൽ നമുക്ക് പറയാം, അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇതൊന്നും ഒരു വിഷയമല്ലടോ, നമ്മുടെ ഇതൊക്കെ ചെയ്യുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഈ അസുഖം ഉണ്ടെന്ന് നമ്മൾ ആരോടും പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഒരിക്കലും നമ്മളെല്ലാവരോടും പറഞ്ഞു അസുഖത്തിലാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് കേസിനെയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ബാധിക്കില്ല. നമുക്ക് അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഈ എന്തെങ്കിലും അസുഖമുള്ള ആളുകളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല, നമുക്ക് ഇൻഫെക്ഷൻ കിട്ടൂല. അങ്ങനെ വക്കീൽ തന്നൊരു ധൈര്യമുണ്ട്. പിന്നെ വക്കീൽ പറഞ്ഞു, നമുക്ക് എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഇത് എന്ത് കാര്യം ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്തോളൂ, നിങ്ങൾ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും പൊക്കോളൂ, ഇപ്പോൾ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്തോളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സർവൈവർ, അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ബെന്നി വക്കീലിൻ്റെ ഒരു ഉപദേശവും, അതുപോലെ തന്നെ ബെന്നി വക്കീൽ സ്ഥിരമായിട്ട് വിളിക്കും, തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് പകർന്ന എന്നാളാണ് ബെന്നി വക്കീൽ. അതുപോലെ തന്നെ ആ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കോടതിയിൽ ജഡ്ജിയായിരുന്നു തേജോമയി മാഡം. തേജോമയി മാഡം വന്നിട്ട് എനിക്ക് മാഡത്തിൻ്റെ കോടതിയിൽ ഒരു ഏകദേശം 1 മാസം തികച്ച് എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് അസുഖം വന്നു. മാഡം പക്ഷേ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കേസുകളൊക്കെ ജൂനിയേഴ്സാണ് കേസ് നടത്തിയിരുന്നത്, എങ്കിൽ കൂടി എല്ലാം കൊണ്ടും നമ്മളോട് വളരെ കോപ്പറേറ്റീവ് ചെയ്തിരുന്നു. നല്ല ഒരു മനുഷ്യത്വപരമായിട്ടാണ് മാഡം പെരുമാറിയിരുന്നത്. അപ്പോൾ മാഡമൊക്കെ തന്നിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഒരു കേസ് നടത്തണം, കേസിൻ്റെ കാര്യങ്ങളൊന്നും എന്നോട് പറയാറത്തുള്ളൂ, പ്രോസിക്യൂട്ടർ വിഷമിക്കേണ്ട, കേസിൻ്റെ കാര്യമൊക്കെ ഒരു ജൂനിയേഴ്സ് നടത്തിക്കോളും, കോടതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെ കേസുകളൊന്നും ഒരു തടസ്സം കൂടാണ്ട് നടത്താനും ഒക്കെ വളരെ രീതിയിലുള്ള ഒരു സഹകരണമാണ് മാഡത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ എൻ്റെ ഓഫീസ് വീഴാതെ ഭംഗിയായിട്ട് കേസ് നടത്തിയിരുന്ന എൻ്റെ ജൂനിയേഴ്സ് രചന, ശിശിര, സീമ, ഡോളി, പൂജ, പിന്നെ എൻ്റെ പെങ്ങളെ മകൾ പഞ്ചമി, പിന്നെ ഓഫീസ് സ്റ്റാഫുകളായ ഔസപ്പ്, കൃതിബ, രാജലക്ഷ്മി, ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ അവർ സഹകരിച്ചു. അവരൊരു കക്ഷികൾക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ വളരെ നന്നായിട്ട് അവർ എൻ്റെ പേഴ്സണൽ ഓഫീസും രജനിയും അതുപോലെ തന്നെ ശിശിരിയും ഗവൺമെൻറ് കേസുകളും വളരെ ഭംഗിയായിട്ട് അവർ നടത്തി. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്ലീഡർ ഓഫീസിലെ റോബിൻ, അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹജീപിമാരും, ഞാൻ ആരും പേര് പരാമർശിക്കുന്നില്ല, അവരെല്ലാവരും നല്ല രീതിയിൽ എന്നോട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാൻസർ വരുന്നതിന് മുന്നേ പ്രൊഫഷൻ, ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച ലൈഫായിരുന്നു. ഞാനിപ്പോൾ ഒരാളെ വിളിച്ച് തിരക്കിലാണെന്ന് വെച്ചാൽ തിരക്കില്ല, പണ്ടൊക്കെ പറയും തിരക്കിലായിരുന്നു എന്ന് പറയും, തിരക്കുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഞാൻ തിരക്കില്ലാന്ന് പറയും. ഇന്നിപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് തിരക്കിലാണെന്ന് വെച്ചാൽ തിരക്കിലല്ലേ പറഞ്ഞോളാം പറയും. കാരണം നമുക്കൊരു തിരക്കില്ല ജീവിതത്തിൽ. കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ തിരക്കുന്ന സാധനം വെറുതെ നമ്മൾ എന്താ പറയുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് എന്താ ഒരു ഞാൻ ഇപ്പോൾ പലരും ചോദിച്ചു വക്കീലെ തിരക്കിലാണ്, ഞാൻ ഒരു തിരക്കില്ല ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ അസുഖം വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഒന്നുമല്ല, ഒരു തിരക്കില്ല, വെറുതെ അങ്ങനെ ഇരിക്കും. നമുക്ക് മനസ്സിലാക്കുന്നത് തിരക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക, ആർക്കോ വേണ്ടി ഓടി നമ്മുടെ ജീവിതം ആസ്വദിക്കാതെ ഓടി തിരക്ക് ഉണ്ടാവുകയാണ്. ക്യാൻസറിന് മുമ്പും ശേഷവും ജീവിതത്തിൽ വളരെയധികം മാറ്റം തോന്നി. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നതൊക്കെ ക്ഷണി കാണുന്നു. എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക് ക്യാൻസർ വരില്ലയെന്ന്. കാരണം ഞാൻ അത്യാവശ്യം ജനങ്ങളായിട്ട് വളരെ ആൾക്കാരുടെ ഒരു സഹായ മനസ്കത ഉണ്ട്, വളരെ ഭംഗിയായിട്ട് എല്ലാവരോടും നന്നായി പെരുമാറും, വിനയത്തോടുകൂടിയൊക്കെ പെരുമാറിയിരുന്നു. പിന്നെ ആരും അങ്ങനെ ഒരു എത്തിക്സും കീപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഒരു ധാരണ, പിന്നെ അതിനേക്കാൾ ഉപരി ക്യാൻസർ വരില്ല എന്നുള്ളൊരു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. പ്രഷർ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം, കൊളസ്ട്രോൾ, ഇതൊക്കെയാണ് നമ്മൾ മരുന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി വ്യായാമം ചെയ്യലും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അതല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്കിത് നമ്മുടെ മുന്നിലുള്ളതൊക്കെ വെറും ഒരു മിഥ്യയാണ് എന്നൊക്കെ തോന്നും. നമുക്ക് കൂടുതൽ എന്താ പറയുക, സമൂഹത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ കുടുംബത്തിനും ഫാമിലിയിലൊപ്പം ചിലവഴിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ സമയം കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ആരെങ്കിലും ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കുകയാണെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അറിയുകയാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് ഒരു സർവൈവർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഞാനൊരു കോൺഫിഡൻസ് കൊടുക്കാറുണ്ട്.